മട്ടുപ്പാവിൽ വ്യത്യസ്ത ഇനം പച്ചക്കറി വിളയിച്ച് നാടിന് മാതൃകയാവുകയാണ് ഇടുക്കി ഡാം ടോപ്പ് സ്വദേശിനിയും അധ്യാപികയുമായ ഞാവള്ളിയിൽ രഞ്ജു ടോമിയും കുടുംബവും. വിഷം കലർന്ന കീടനാശിനികൾ ഒഴിവാക്കി പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് മാറിയ ഈ കുടുംബത്തിന്റെ മട്ടുപ്പാവ് കൃഷി കാഴ്ചകൾ കാണാം. കാഞ്ചിയാർ സെന്റ് മേരീസ് യു പി സ്കൂൾ അധ്യാപികയായ രഞ്ജു ടോമി മക്കളായ അമോലിനും ഇസബല്ലിയും ചേർന്നൊരുക്കിയ മട്ടുപ്പാവ് കൃഷിയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. വിഷമുക്ത പച്ചക്കറി കൃഷിയുടെ മാതൃകയാണ്. 2 വർഷമായി ജൈവകൃഷിയിൽ സജീവമായ ഇവർ വീടിന്റെ മട്ടുപ്പാവിലാണ് കൃഷി ചെയ്യുന്നത്. ലിറ്റൂസ്, പച്ചമുളക്, ക്യാബേജ്, വഴുതന, ബ്രോക്കോളി, തക്കാളി, കെയിൻ എന്നിവയടക്കം വിവിധ ഇനം പച്ചക്കറികളാണ് ജൈവ രീതിയിൽ ഇവിടെ വളർത്തുന്നത്. കീടനാശിനികളും രാസവളങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി സ്വാഭാവിക വളങ്ങളും ജൈവവളങ്ങളും മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. വീട്ടാവശ്യം കഴിഞ്ഞാൽ ശേഷം മറ്റുള്ളവർക്കും ഈ വിഷവിമുക്ത പച്ചക്കറികൾ ഇവർ വിതരണം ചെയ്യും. കുട്ടികൾക്കും ഞങ്ങൾക്കും വേണ്ടി വിഷരഹിതമായ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. തികച്ചും ജൈവ പച്ചക്കറിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്യാബേജ്, ലെറ്റ്യൂസ്, കെയില്, വഴുതന, പച്ചമുളക്, തക്കാളി തുടങ്ങി നിരവധിയായ പച്ചക്കറികൾ ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിഷരഹിത പച്ചക്കറി ആയതുകൊണ്ട് നിരവധി ആൾക്കാർ ഇവിടെ വന്ന് ഇത് മേടിക്കാറുമുണ്ട്. 2 വർഷത്തിനുള്ളിൽ തന്നെ വിളവിലും ഗുണനിലവാരത്തിലും മികച്ച ഫലമാണ് ലഭിച്ചതെന്ന് ഈ കുടുംബം പറയുന്നു. വിഷമുക്ത ഭക്ഷണത്തിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും ഇവരുടെ ജൈവകൃഷി ശ്രമം സഹായകരമാകുകയാണ്. വിഷമില്ലാത്ത കൃഷിയിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് വഴിയൊരുക്കുന്ന ഈ കുടുംബത്തിന്റെ ശ്രമങ്ങൾ നാടിന് തന്നെ മാതൃകയാവുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.